BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പൊട്ടിച്ചത് ഉണ്ടായില്ല വെടിയെന്ന് പറയുന്നത് CPMന്റെ കണ്ണൂരിലെ ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ TV രാജേഷാണ്. CPMൽ നിന്ന് ഒരു നേതാവ് BJPയിൽ ചേരാൻ നീക്കങ്ങൾ നടത്തി എന്നുള്ളതായിരുന്നു ശോഭ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണം. ഇങ്ങനെ ആരോപിക്കുന്ന ശോഭ സുരേന്ദ്രൻ അതാര് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പണം കൊടുത്ത് CPMൽ നിന്ന് ഒരു നേതാവിനെയും കണ്ണൂരിൽ വാങ്ങാൻ കഴിയില്ലെന്നും TV രാജേഷ് ന്യൂസ് 18നോട് പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി TV രാജേഷാണ് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ അത് ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രമല്ല, വടകരയുടെ വിജയം നിർണ്ണയിക്കും. ഒപ്പം തന്നെ കാസർഗോഡിൻ്റെ വിജയവും കണ്ണൂർ ജില്ലയിൽ വോട്ടർമാർ അതൊരു നിർണായക പങ്കാണ് അവർ വഹിക്കുന്നത്. എന്ത് മാജിക്കാണ് TV രാജേഷിൻ്റെ കയ്യിലുള്ളത് ഈ മൂന്നിടത്തും CPIMന്റെ വിജയം ഉറപ്പാക്കാൻ? TV രാജേഷിന്റെ മാജിക്കല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാജിക്കാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ഘടനയെ ദുർബലപ്പെടുത്തുന്ന വിധം ഭരണഘടനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കടുത്ത ആക്രമണങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന്. അതിനെതിരായി ശക്തമായ നിലപാട് പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. ഇത്തരം നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമല്ല, പാർലമെന്റിലെ ഇടപെടൽ മാത്രമല്ല, ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിച്ചതും അതിന് മുൻകൈയെടുത്തതും ഇടതുപക്ഷ പാർട്ടികളാണ്, വിശേഷിച്ചും CPIM ആണ്. ഇത് ഏറ്റവും നല്ല നിലയിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് മൂന്നിടത്തും പരാജയമാണ് ഉണ്ടായത്. അതിലെന്ത് തെറ്റാണ് ഇത്തവണ കണ്ടെത്തിയിട്ടുള്ളത്? അത് തിരുത്താൻ എന്തെങ്കിലും? അല്ല, കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം. രാഹുൽ ഫാക്ടർ ഇല്ല ഇത്തവണ? അല്ല, ഇത്തവണ രാഹുൽ ഗാന്ധി ഒന്നും കാര്യമായി അനക്കൊന്നുമില്ല. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ 9 തവണ പോയി. രാഹുൽ ഗാന്ധി അവിടെ പോയത് 2 തവണ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലാണ് പോകേണ്ടത്. അവിടെയാണ് കൂടുതൽ സീറ്റുകൾ ഉള്ളത്. അവിടെ നിന്നാണ് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കുന്നത്. പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ടൊന്നും അറിയില്ല, ഈ വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ BJPയെ നേരിടാൻ തങ്ങൾ അശക്തരാണ് എന്ന് സ്വയം പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 2019 ഉണ്ടായിട്ടുള്ള ഒരു എഡ്ജും കോൺഗ്രസ് ലഭിക്കാൻ പോകുന്നില്ല. ഇവിടെ BJP ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ ഒരു ഘട്ടത്തിലും കൂറുമാറില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന 20 പേരെ വിജയിപ്പിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഈ 3 മണ്ഡലങ്ങളിൽ നല്ല കരുത്തരാണ് മത്സരിക്കുന്നത്. സുധാകരൻ അദ്ദേഹത്തിന്റെ തട്ടകം കണ്ണൂരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ അവിടെ വിജയം നേടി, അദ്ദേഹം നല്ലോണം പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഷാഫി പറമ്പിൽ വലിയ ആരവത്തോടു കൂടിയാണ് അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അല്ല, ആരവത്തിലാണ് ജയിക്കണമെങ്കിൽ എപ്പോഴും ജയിക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. നിങ്ങൾക്കറിയാം, വടകരയിൽ ശൈല ടീച്ചർ വിജയിക്കും. കാരണം നമുക്കറിയാം, ഒരു നല്ല തിരക്കഥ തയ്യാറാക്കിയിട്ടാണ് പാലക്കാട് MLA വടകരയിൽ ലാൻഡ് ചെയ്തത്. വലിയ തോതിൽ അവർ പണം ചെലവാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം ആഭാസകരമായിട്ടുള്ള പ്രചരണം അവർ നടത്തിയിട്ടുണ്ട്. അതിന് അർഹിക്കുന്ന മറുപടി ജനങ്ങൾ നൽകും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 5 വർഷമായിട്ട് ഇവിടെ ഒരു MP ഉണ്ടായിരുന്നില്ല. ആ MP ഇല്ലായ്മ പരിഹരിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ഒരു പ്രൊജക്ട് പോലും ചൂണ്ടിക്കാണിക്കാൻ കണ്ണൂർ MPക്കില്ല. ഒറ്റ കേന്ദ്ര പ്രൊജക്ട് ഇല്ല. CRF റോഡില്ല, ഗേലോ ഇന്ത്യ സ്കീമിൽ ഒരു പ്രൊജക്ട് ഇല്ല. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൽ ശ്രീമതി ടീച്ചർ ശേഷം ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കണ്ണൂരുമായി ബന്ധപ്പെട്ട തീരദേശ പരിപാലന നിയമത്തിന്റെ കാര്യത്തിലായാലും കടുത്ത വന്യമൃഗ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയുടെ പ്രശ്നങ്ങളായാലും കണ്ണൂർ എയർപോർട്ടിന്റെ പ്രശ്നമായാലും ഇതൊന്നും പാർലമെന്റിൽ കൊണ്ടുവരാൻ, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതിലെന്തെങ്കിലും ഒരു കാര്യമായ ഇടപെടൽ നടത്താൻ കണ്ണൂർ MP കഴിഞ്ഞിട്ടില്ല. ദയനീയ പരാജയമായിരുന്നു. കാസർഗോഡ് MPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പാർലമെന്റിലേക്കാണ് അയച്ചതെങ്കിൽ അദ്ദേഹം TV ചർച്ചയിൽ മാത്രമേ ഉള്ളൂ. TV-യിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചർച്ച. നമ്മൾ അയച്ചത് പാർലമെന്റിലേക്കാണ്. യാതൊരു വികസനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ 3 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ഉത്തര മലബാർ ഞങ്ങൾ തൂത്തുവാരും. കോൺഗ്രസിൽ നിന്ന് പലരും BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം CPM ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പോലും മുൻ കോൺഗ്രസ്കാരൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു. CPMലെ ഒരു പ്രമുഖൻ അങ്ങനെ അവരുമായി ചർച്ച നടത്തി മഹാരാഷ്ട്ര ഗവർണർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളായി അങ്ങോട്ട് പോകാൻ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും എങ്ങനെയാണ് ആ ഒരു ആരോപണത്തെ കാണുന്നത്? ശോഭ സുരേന്ദ്രൻ ഉത്തരവാദപ്പെട്ട നേതാവാണെങ്കിൽ ഉണ്ടയില്ലാത്ത വെടിയല്ല വെക്കണം. അതാരാണെന്ന് പറയാൻ ആർജവം കാണിക്കണം. CPM ഒന്നും ആരെയും വിലക്കെടുക്കാൻ പറ്റില്ല. ഒരു ED വന്നാലും വിലക്കെടുക്കാൻ പറ്റില്ല. നമുക്കറിയാം, കോൺഗ്രസ് നനദിനം ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നത് യാദർച്ഛികമാണ്, ആകസ്മികമാണെന്ന് കരുതുന്നില്ല. അതിനകത്ത് ഒരു ED പേടി ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കണം. ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അത് തുറന്നു പറയാണ് അദ്ദേഹം ചെയ്യണം. CPM ഒന്നും ആരെയും വിലക്കെടുക്കാൻ BJP കഴിയില്ല. അങ്ങനെ വിലക്കെടുക്കാവുന്ന ഒരു പാർട്ടിയല്ല CPI. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്
ടി വി രാജേഷ് 3 മണ്ഡലങ്ങളിലും CPIM സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ.